ഓണം എക്സാമിന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആയിരിക്കും റൈറ്റപ്പ് എന്ന് പറയുന്നത്. ഏത് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നു ചോദിച്ചാൽ നമ്മുടെ ഓണം എക്സാമിന് പഠിക്കാനുള്ള അവസാനത്തെ 2 ചാപ്റ്റർ എന്നായിരിക്കും ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ഐ വിൽ ഫ്ലൈ എന്നോ ഫീനിക്സ് റൈസസിൽ നിന്നായിരിക്കും ഈ ക്വസ്റ്റ്യൻ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത. സോ റൈറ്റപ്പ് എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പറഞ്ഞുതരാം. വളരെ കുറഞ്ഞ സമയം എടുക്കുള്ളൂ, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. നമ്മുടെ SCERT പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. നമ്മളത് ഇപ്രാവശ്യം അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അതിൽ കണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ഈ റൈറ്റപ്പ്. 7 മാർക്കിനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം എഴുതേണ്ടി വരും. നമ്മൾ ഒരു പുറം 2 പുറമൊക്കെ എഴുതേണ്ടി വരും. ഒരു പേജിന്റെ ഒരു സൈഡും മറ്റേ സൈഡും എഴുതിയാലേ നമുക്ക് 7 മാർക്കൊക്കെ അടിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ അതിൽ വരേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ കുറച്ച് പറഞ്ഞുതരാം കേട്ടോ. ആദ്യം ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ശ്രീകാന്ത് ബോള ബിഗിൻസ് എ സ്പീച്ച് ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ ബൈ സ്റ്റേറ്റിംഗ് ദാറ്റ് 51% ഓഫ് ഇന്ത്യൻസ് ആർ സെൽഫ് എംപ്ലോയിഡ്. ഇന്ത്യയിൽ വരുന്ന 51% ആൾക്കാരും സ്വയമേ ജോലി നോക്കുന്ന ആൾക്കാരാണ്. പ്രിപ്പയർ എ റൈറ്റപ്പ് സബ്സ്റ്റാൻഷിയേറ്റിംഗ് ഹൗ ഹിസ് ഓൺ ലൈഫ് ജേർണി റിഫ്ലെക്ട്സ് ദ സ്പിരിറ്റ് ഓഫ് ഇന്ത്യൻ ഓൺടർപ്രനർഷിപ്പ് യൂസിങ് എവിഡൻസ് ആൻഡ് എക്സാമ്പിൾസ് ഫ്രം ദ സ്പീച്ച്. അതായത് കുറച്ച് ഹിന്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ അതായത് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ക്ലൂകൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു റൈറ്റപ്പ് ആക്കി എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഓൺടർപ്രനർഷിപ്പിനെ കുറിച്ചിട്ടുള്ള ആ ഒരു സ്പിരിറ്റിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന തെളിവുകൾ ഹിന്റുകൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇന്ത്യൻ ഓൺടർപ്രനർഷിപ്പിന്റെ സ്പിരിറ്റിനെ കുറിച്ചിട്ട് ആ ഒരു പുള്ളിക്കാരന്റെ ലൈഫ് ജേർണി കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു റൈറ്റപ്പ് എഴുതാൻ വേണ്ടി പറ്റുക. പറഞ്ഞുതരാം, വളരെ സിമ്പിളാണ്. അതായത് റൈറ്റപ്പ് എഴുതുന്ന സമയത്ത് നമുക്ക് മാർക്ക് പോകുന്നത് എങ്ങനെയാ അറിയാം? ഒന്ന്, നിങ്ങൾ ടൈറ്റിൽ കൊടുക്കാതിരിക്കുമ്പോൾ 7 മാർക്കിന്റെ ചോദ്യമാണ് ഇത്. ഏകദേശം ഒരു essay പോലത്തെ ഒരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് തന്നെ ടൈറ്റിൽ എന്തായാലും കൊടുക്കണം. ഇനി ഇതിനെ 3 ആക്കിയിട്ട് നമുക്ക് വിഭജിക്കാം. ഈ ഒരു 7 മാർക്കിനൊക്കെ ചോദിക്കുന്ന സമയത്ത് റൈറ്റപ്പിലെ ആദ്യം ഇൻട്രൊഡക്ഷൻ പറയണം. ഇൻട്രൊഡക്ഷൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇന്ന വിഷയത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ജസ്റ്റ് ലൈക്ക് നമ്മൾ സ്പീച്ചിലൊക്കെ പറയില്ല, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് ദിസ് ടോപ്പിക് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഇന്ന വിഷയമാണെന്നുള്ളത് ഒന്ന് എഴുതി കൊടുക്കുക. രണ്ടാമതായിട്ട് ദ ബോഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മെയിൻ പാർട്ട് ഉണ്ട്. അവിടെ നമ്മളല്ലേ ചാപ്റ്ററിനെ മാത്രമല്ല ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മുടെ വ്യൂ പോയിന്റുകൾ, നമ്മൾ ഇതിനോട് എങ്ങനെ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പുള്ളിക്കാരൻ ചെയ്ത കാര്യങ്ങൾ. പുള്ളിക്കാരൻ ബ്ലൈൻഡ് ആയിട്ടാണ് ജനിച്ചത്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഓവർകം ചെയ്തിട്ടുണ്ട്. സോ ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് എന്താ ഫീൽ ചെയ്യുന്നുള്ളതും കൂടെ നമ്മൾ അവിടെ പറയണം. നമ്മുടെ ജസ്റ്റിഫിക്കേഷൻ, നമ്മുടെ വാദങ്ങൾ നമ്മൾ അവിടെ പറയണം. നമ്മുടെ വാദങ്ങളല്ല, നമ്മുടെ ന്യായങ്ങളും നമ്മുടെ ആർഗ്യുമെന്റ്സ്, നമ്മുടെ വാദങ്ങളും നമ്മൾ അവിടെ പറയണം. കൺക്ലൂഷൻ ചെയ്യണം അവസാനം. ഒരു 1-2 സെന്റൻസ് മതി. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് ചുരുക്കി പറയുന്നതിനാണ് നമ്മൾ കൺക്ലൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. സോ ഇതിൽ മെയിനായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ തീമിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ ആ ഒരു സ്റ്റോറിയോ, ഇപ്പൊ നമുക്കിവിടെ പഠിക്കാനുള്ള ഒരു സ്പീച്ചാണ്, ആ സ്പീച്ചിൽ എന്ത് നടന്നു എന്നുള്ളത് ഇങ്ങനെ വാദോരാതെ പറയല്ല, അതിന്റെ തീമിനെ കുറിച്ചിട്ടാണ്. ഇവിടെ തീം എന്താണെന്നുള്ളത് നല്ല വെണ്ടക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. ദ സ്പിരിറ്റ് ഓഫ് ഇന്ത്യൻ ഓൺടർപ്രനർഷിപ്പ്. 51% ആളുകൾ സെൽഫ് എംപ്ലോയിഡ് ആണെന്ന് പറയുന്നു. നമ്മുടെ ശ്രീകാന്ത് ബോളയും അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ഓൺടർപ്രനർ ആണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണ്, ബിസിനസ് എന്തൂസിയാസ്റ്റ് ആണ് എന്നൊക്കെ നമുക്ക് അവിടെ പറയാം. ഇനി എന്തൊക്കെ ഹിന്റുകളാണ് തന്നുള്ളത്? ഈ ഹിന്റുകൾ യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം പോയിന്റുകളായി. പുള്ളിക്കാരൻ ബോൺ വിത്തൗട്ട് സൈറ്റ്, കാഴ്ചയില്ലാതെ ജനിച്ച ഒരാളാണ്. ഫാമിലീസ് അൺകണ്ടീഷണൽ ലവ്, ചെറുപ്പത്തിലെ ഒരുപാട് സ്നേഹം കിട്ടി വളർന്നിട്ടുള്ള. എക്സ്ക്ലൂഡഡ് ഫ്രം സ്കൂൾ ലൈഫ്, സ്കൂളിലൊക്കെ ഒറ്റപ്പെട്ട് വളർന്നിട്ടാണ് പിന്നീട് പുള്ളിക്കാരന് ആ ഒരു വിദ്യാഭ്യാസത്തിൽ നേരിട്ട പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഓവർകം ചെയ്യുന്നത്. ഫൈറ്റ്സ് ഫോർ എഡ്യൂക്കേഷൻ, സയൻസ് അദ്ദേഹത്തിന് എടുക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് കോടതിയിൽ പോയിട്ടാണ് പിന്നീട് ആ ഒരു പ്രശ്നം റിസോൾവ് ചെയ്യുന്നത്. റൈസസ് ത്രൂ ചാലഞ്ചസ് ആൻഡ് ബിൽഡ് സപ്പോർട്ട് ഫോർ അതേഴ്സ്, അദ്ദേഹം ഒരുപാട് ഉയരത്തിലേക്ക് വരിക മാത്രമല്ല ചെയ്തത്, ഹി ഓൾസോ ഹെൽപ്ഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ എന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റുട്ടോ. സോ ഇതിന്റെ ഉത്തരം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചാൽ താഴെ ഞാൻ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓണം എക്സാമിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്, ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയാണ്. അതിൽ ഈ ഒരു നോട്ട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഓണം എക്സാമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾ ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എന്തായാലും അവിടെ കാണാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ള ഡിസ്കോഴ്സുകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നത് ഈ നമ്മുടെ അടുത്ത ലൈവിലായിരിക്കും. സമ്മറി ഡിസ്കോഴ്സ് ഗ്രാമർ ലൈവിലായിരിക്കും നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അവിടെ നമ്മൾ കംപ്ലീറ്റ് ഗ്രാമറും കംപ്ലീറ്റ് ഡിസ്കോഴ്സുകളും കംപ്ലീറ്റ് ചാപ്റ്ററിന്റെ സമ്മറിയും പഠിക്കാൻ കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസും നമുക്ക് അവിടെ ചെയ്യാനുണ്ട്. ഐ വിൽ സീ യു ദേർ. ബൈ.